إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, പരിശുദ്ധ റമളാനിൻ്റെ അതിമഹത്തായ ദിനരാത്രങ്ങളിൽ അതിൻ്റെ 1/3 നമ്മോട് വിട പറയാൻ ഒരുങ്ങിയിരിക്കുകയാണ്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ നന്മകളും ഉന്മേഷവും ഉത്സാഹവും നന്നായി പരിശ്രമിക്കുന്ന രൂപത്തിലുള്ള ഇബാദത്തുകളുമാണ് കാണുന്നത് എങ്കിൽ അള്ളാഹുവിനോടത് വർദ്ധിപ്പിച്ചു നൽകാനും ഉറപ്പിച്ചു നിർത്താനും സ്വീകരിക്കാനും നമ്മൾ ദുആ ചെയ്യുക. അതല്ല, ന്യൂനതകളും കുറവുകളും അലസതയും വീഴ്ചയുമാണോ നമ്മൾ കാണുന്നത്, തിരുത്താൻ ഇനിയും സമയമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ് സമയം ബാക്കി നൽകിയിരിക്കുകയാണ്. ഇനിയുമുണ്ട് എണ്ണപ്പെട്ട ദിനരാത്രങ്ങളിൽ വലിയ ഒരു ഭാഗം, അതും വേഗത്തിൽ അവസാനിക്കും എന്ന ചിന്തയോടുകൂടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക എന്നതാണ് സഹോദരങ്ങളെ നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിൻ്റെ മാസമാണ് ഈ പരിശുദ്ധ റമളാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ നോമ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ആയത്തുകളിൽ നമുക്ക് കാണാം, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഷഹ്റു റമളാൻ, റമളാൻ മാസം, അല്ലദീ ആ മാസം, ഉൻസില ഫീഹിൽ ഖുർആൻ വിശുദ്ധ ഖുർആൻ അവതീർണമായ അല്ലാഹു ഇറക്കിയിട്ടുള്ള മാസമാകുന്നു. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ഇറക്കിയത്? എന്താണ് ആ വിശുദ്ധ ഖുർആനിലുള്ളത്? ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്കുള്ള മാർഗദർശനമുണ്ട്, സന്മാർഗമുണ്ട്. വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ,
സത്യാസത്യ വിവേചനം അതിലുണ്ട്. ഹക്ക് ഏതാണ്, ബാത്തിൽ ഏതാണ്, തൗഹീദ് ഏതാണ്, ശിർക്ക് ഏതാണ്, സ്വർഗത്തിലേക്കുള്ള പാത ഏതാണ്, നരകത്തിലേക്കുള്ള പാത ഏതാണ്, ഇങ്ങനെ സത്യവും അസത്യവും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു വേർതിരിച്ചിട്ടുണ്ട്. സുവ്യക്തമായ തെളിവുകൾ ഈ ഖുർആനിലുണ്ട്. വ്യക്തമായ പ്രമാണമാണ് അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, ഇങ്ങനെ അനേകം ശ്രേഷ്ഠതകളുമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കിറക്കിത്തന്ന വിശുദ്ധ ഖുർആനിൻ്റെ മാസമാണ് റമളാൻ. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, റമളാനിലെ ഖുർആൻ പാരായണത്തിന് പ്രത്യേകതയുണ്ട്. നമ്മൾ മുന്നേ കേട്ടുപോയതാണ്. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം വർദ്ധിപ്പിക്കേണ്ട മാസമാണ് പരിശുദ്ധ റമളാൻ എന്നുള്ളത്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹുദയായിക്കൊണ്ട്, ബയ്യിനാത്തായിക്കൊണ്ട്, ഫുർഖാനായിക്കൊണ്ട് അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനിനെ കുറിച്ച് നാം ചിലത് ഓർമ്മിക്കേണ്ടതുണ്ട്, നാം ചിലത് തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ കലാം നമ്മളിങ്ങനെ പാരായണം ചെയ്യുന്നു. ആ വിശുദ്ധ ഖുർആനിൽ അടങ്ങിയിട്ടുള്ളത് എന്താണ് എന്നതുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചത് അള്ളാഹു പറഞ്ഞു, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മ ലിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക്, സത്യവിശ്വാസികൾക്ക് ഈ വിശുദ്ധ ഖുർആനിൽ കാരുണ്യമുണ്ട്, ശിഫാ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗശമനം നിശ്ചയിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ ശരീരത്തിൻ്റെ അസുഖങ്ങളാവട്ടെ, മാനസികമായ അസുഖങ്ങളാവട്ടെ, വിശുദ്ധ ഖുർആനിൽ ശിഫാ ഉണ്ട്. ഈ ഖുർആൻ അള്ളാഹു കാരുണ്യമായി കൊണ്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. വലാ യസീദു ദ്ദാലിമീന ഇല്ലാ ഖസാറ. എന്നാൽ അതിക്രമകാരികളായ ആളുകൾക്ക് നഷ്ടമല്ലാതെ ഇത് മറ്റൊന്നും വരുത്തുന്നില്ല. പണ്ഡിതന്മാർ, മുഫസ്സിറുകൾ, മുൻഗാമികൾ പറഞ്ഞതായി നമുക്ക് കാണാം, മാ ജലസ അഹദുനിൽ ഖുർആന ഫഖാമ അൻഹു സാലിമൻ ബൽ ഇമ്മാ അൻ യർബഹ ഔ അൻ യഖ്സർ. വിശുദ്ധ ഖുർആനുമായി ആരെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അവൻ പാരായണം ചെയ്ത് എഴുന്നേൽക്കുമ്പോൾ രണ്ടാലൊരു രൂപത്തിലല്ലാതെ സുരക്ഷിതനായിക്കൊണ്ട് അവൻ എഴുന്നേൽക്കുകയില്ല. ഒന്നല്ലെങ്കിൽ ലാഭം കൊയ്തെടുത്ത അവസ്ഥയിലായിരിക്കും. മേൽപ്പറഞ്ഞ ഹുദയും അതുപോലെ ഫുർഖാനും ബയ്യിനാത്തും ശിഫാവും റഹ്മത്തും ഇങ്ങനെയെല്ലാം നേടിയെടുക്കുന്ന രൂപത്തിലായിരിക്കും ഒരാൾ പാരായണം ചെയ്ത് എഴുന്നേൽക്കുക. അതല്ലെങ്കിൽ നേരെ തിരിച്ച് നഷ്ടത്തിലായിക്കൊണ്ടാണ് ഒരാൾ എഴുന്നേൽക്കുക. കാരണം ഈ പാരായണം ചെയ്ത ആയത്തുകളുമായി, വിശുദ്ധ ഖുർആനിലെ വചനങ്ങളുമായി ജീവിതത്തിൽ യാതൊരു ബന്ധവുമില്ലെങ്കിൽ നേരെ എതിരായിട്ടാണ് ആ ആയത്തുകൾ അത്തരം ആളുകൾക്ക് ഭവിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ഈ ഗ്രന്ഥം നമുക്ക് അവതരിപ്പിച്ചതിൻ്റെ പിന്നിൽ ഏറ്റവും മഹത്തരമായ ലക്ഷ്യമുണ്ട്. ഈ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിന് ശ്രേഷ്ഠതയുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസന. അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് ആരെങ്കിലും ഒരു ഹർഫ് പാരായണം ചെയ്താൽ അയാൾക്ക് ഒരു ഹസനത്തുണ്ട്, ഒരു നന്മയുണ്ട്. വൽ ഹസനതു ബിഅശ്റതി അംസാലിഹ. ഒരു നന്മ എന്നാൽ 10 തുല്യമാണ് ലഭിക്കുക. അമാ ഇന്നി ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരാൾ അലിഫ് ലാം മീം എന്നത് പാരായണം ചെയ്താൽ ആ അലിഫ് ലാം മീം എന്നത് ഒരു ഹർഫാണ് എന്ന് ഞാൻ പറയുകയില്ല. മറിച്ച് അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം ഒരു ഹർഫാണ് എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, ഒരാൾ അലിഫ് ലാം മീം എന്ന് പാരായണം ചെയ്താൽ
3 പ്രതിഫലമല്ല ലഭിക്കുക, മറിച്ച് 30 ലഭിക്കുക. ഇങ്ങനെ പാരായണത്തിന് ഇരട്ടി പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾക്ക് ഈ ഖുർആനിന് നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ഇത് പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യത്തെക്കുറിച്ചാണ്. അല്ലാഹു പറഞ്ഞു, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. ഓ നബിയെ, ഈ കിതാബ് വിശുദ്ധ ഖുർആൻ അത് താങ്കൾക്ക് നാം അവതരിപ്പിച്ചിരിക്കുന്നു മുബാറകുൻ അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥമായിക്കൊണ്ട്. എന്തിനാണ് അല്ലാഹു ബറക്കത്താക്കപ്പെട്ട അനുഗ്രഹീതമായ ഗ്രന്ഥമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്? ലിയദ്ദബ്ബറു ആയാതിഹി, വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെക്കുറിച്ച് അവർ ചിന്തിക്കുവാൻ. വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾ ഈ ആയത്തുകളെക്കുറിച്ച് ഉറ്റാലോചിക്കുവാൻ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ചത് ഈ ഖുർആനിലെ ആയത്തുകളെക്കുറിച്ച് നാം ചിന്തിക്കാനാണ്, ഉറ്റാലോചിക്കാനാണ്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു പോകുമ്പോൾ അത് ഖത്മ് പൂർത്തീകരിക്കണം എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാവാറുണ്ട്. കാരണം ധാരാളമായി ഖത്മ് പൂർത്തീകരിക്കുക എന്നത് വലിയ പ്രത്യേകതയുള്ള കാര്യമാണ്. എന്നാൽ ഈ ഖത്മ് എപ്പോൾ ഞാൻ പൂർത്തീകരിക്കും എന്നതിനേക്കാൾ നാം ചിന്തിക്കേണ്ടത് അല്ലാഹു പറഞ്ഞ വിശുദ്ധ ഖുർആനിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ലഭിക്കുന്നുണ്ടോ എന്നാണ്. അല്ലാഹു പറഞ്ഞില്ലേ, ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്ക് സന്മാർഗമായി കൊണ്ടാണ് ഇത് അവതരിപ്പിച്ചത്. വിശുദ്ധ ഖുർആനുമായി മണിക്കൂറുകളോളം, ദിവസങ്ങളോളം, ഒരു മാസക്കാലം കഴിഞ്ഞുകൂടി എനിക്ക് ഹുദ കിട്ടിയോ? എൻ്റെ ജീവിതത്തിൽ സന്മാർഗത്തിൻ്റെ അളവ് വർദ്ധിച്ചുവോ? എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടായോ? വിശുദ്ധ ഖുർആനിലെ കൽപ്പനകൾ പാലിക്കാൻ ഞാൻ തയ്യാറായോ? വിശുദ്ധ ഖുർആനിലെ വിലക്കുകളിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് സാധിച്ചുവോ? അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് പരിപൂർണമായി ഇസ്തിസ്ലാം ചെയ്യാൻ, കീഴൊതുങ്ങാൻ എനിക്ക് സാധിച്ചുവോ? നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇതെപ്പോൾ തീരും എന്നതിനേക്കാൾ സഹോദരങ്ങളെ നാം ചിന്തിക്കേണ്ടത് അതാണ്. ഇതുകൊണ്ട് എനിക്ക് ഹുദ കിട്ടിയോ? ഇതുകൊണ്ട് എനിക്ക് അൽ ഫുർഖാൻ കിട്ടിയോ? ഇതുകൊണ്ട് എനിക്കിത് പ്രമാണമായി തീർന്നോ? ഈ വിശുദ്ധ ഖുർആൻ, ഈ വിശുദ്ധ ഖുർആൻ എനിക്ക് ശിഫാ ആയി തീർന്നോ? എൻ്റെ മനസ്സിൻ്റെ രോഗങ്ങൾക്ക് ഇത് മതിയായതാണോ? എൻ്റെ രോഗങ്ങൾ ഇതുകൊണ്ട് ശിഫയായോ? മനസ്സുകളിൽ അള്ളിപ്പിടിച്ചിട്ടുള്ള ഷിർക്കിൻ്റെ, നിഫാഖിൻ്റെ, കുഫറിൻ്റെ, ആശയക്കുഴപ്പങ്ങളുടെ, പകയുടെ, വിദ്വേഷങ്ങളുടെ, അസൂയയുടെ, കുശുമ്പിൻ്റെ തുടങ്ങി മോശമായ സ്വഭാവ ഗുണങ്ങളായ അതുപോലെയുള്ള രോഗങ്ങൾ, അതിൽ നിന്ന് എനിക്ക് മുക്തി നേടാൻ സാധിച്ചോ? ചിന്തിക്കേണ്ടതുണ്ട്. അതാണ് അല്ലാഹു പറഞ്ഞത്, ലിയദ്ദബ്ബറു ആയാതി, ഈ ആയത്തുകളെ കുറിച്ച് നാം ഉറ്റാലോചിക്കണം, ചിന്തിക്കണം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അതാ ചോദിക്കുകയാണ്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ, ഉറ്റാലോചിക്കുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അതല്ല അവരുടെ ഹൃദയങ്ങൾ പൂട്ടിയിരിക്കുകയാണോ? സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യമാണിത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, അതിലെ ആയത്തുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾക്ക് തുറവിയുണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞത്, ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ അല്ലാഹു വിളിക്കുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, എല്ലാവരെയും വിളിച്ചു. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനുകളെ. ആ വിളി ആരെയാണ്? ആ വിളി ഈ വിശുദ്ധ ഖുർആനിൻ്റെ ആളുകളാണെന്ന് പറയുന്ന നമ്മളെയാണ്. അല്ലാഹു ആ വിളി വിളിച്ചാൽ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതുപോലെ,
നിന്റെ കാത് നീ അങ്ങോട്ടേക്ക് കൂർപ്പിച്ചു വെക്കുക. ഒന്നല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നോട് വല്ലതും കൽപ്പിക്കാനാണ് ആ വിളിക്കുന്നത്. അല്ലയോ മുഅ്മിനുകളെ, സത്യവിശ്വാസികളെ എന്ന് വിളിക്കുമ്പോൾ കാത് കൂർപ്പിച്ചു വെക്കണം. അള്ളാഹുവിൻ്റെ കൽപ്പന വരാനുണ്ട്. അതല്ലെങ്കിൽ വല്ല ഷർറും വല്ല തിന്മയും വിലക്കാനായിരിക്കും അള്ളാഹു വിളിക്കുന്നുണ്ടാവുക, ചെയ്യരുത് എന്ന് പറയാനായിരിക്കും. സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയങ്ങൾക്കുള്ള പൂട്ടുകൾ അത് തകർത്തെറിഞ്ഞാലല്ലാതെ നമുക്ക് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഫലൗ റുഫിഅത്തിൽ അഖ്ഫാലു അനിൽ ഖുലൂബി ലബാശറത്ഹാ ഹഖായിഖുൽ ഖുർആൻ വസ്തനാറത് ഫീഹാ മസാബീഹുൽ ഈമാൻ. ഹൃദയങ്ങളുടെ അകത്തളങ്ങളിലുള്ള പൂട്ടുകൾ അത് പൊട്ടിച്ചെറിഞ്ഞാൽ ഖുർആനിൻ്റെ യാഥാർത്ഥ്യം ഒരുവൻ്റെ ഹൃദയത്തിന് നുകരാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ ആശയങ്ങൾ, വിശുദ്ധ ഖുർആനിലെ അർത്ഥങ്ങൾ, അതിൻ്റെ വിശദീകരണം, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, വിധിവിലക്കുകൾ അത് ഹൃദയത്തിലേക്ക് കടക്കുക ഹൃദയങ്ങളിലുള്ള പൂട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞാലാണ്, അതെടുത്ത് നീക്കിയാലാണ്. അങ്ങനെയാണെങ്കിൽ ഈമാനിൻ്റെ വെളിച്ചം കൊണ്ട് ഹൃദയം പ്രകാശിക്കുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്, എന്തൊരു വാക്കാണെന്ന് നോക്കൂ സഹോദരങ്ങളെ. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈമാനിൻ്റെ പ്രകാശം അത് പടർന്ന് പന്തലിക്കാത്തത്? നമ്മുടെ ഹൃദയങ്ങൾ പൂട്ടിയിരിക്കുകയാണ്. നാം എത്ര വിളികൾ അള്ളാഹു നമ്മെ വിളിച്ചിരിക്കുന്നു, കേൾക്കാൻ നമുക്ക് സാധിച്ചോ? ഇല്ല. ചെറിയ കൽപ്പനകൾ പോലും നമ്മൾ ആലോചിക്കാൻ, വേണോ വേണ്ടയോ, ആൾക്കാരെന്ത് വിചാരിക്കും, ഭാര്യ എന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും? സഹോദരങ്ങളെ, ആ പൂട്ടെടുത്തുയർത്തിയാലല്ലാതെ, അത് പൊട്ടിച്ചു കളഞ്ഞാലല്ലാതെ നമ്മുടെ ഹൃദയത്തിന് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, അതിൻ്റെ യാഥാർത്ഥ്യം നുകരാൻ സാധിക്കുകയില്ല. ഈമാനിൻ്റെ പ്രകാശം നമ്മുടെ ഹൃദയങ്ങളിൽ പരക്കണമെങ്കിൽ, നമ്മുടെ ഹൃദയങ്ങൾ ഹിദായത്തിൻ്റെ വെള്ളി വെളിച്ചം കൊണ്ട് പ്രകാശപൂരിതമാവണമെങ്കിൽ ആ പൂട്ടുകൾ നാം എടുത്തുയർത്തിയിരിക്കണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അതാ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി ഉലൈക യുഅ്മിനൂന ബിഹി. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് അള്ളാഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ കിതാബിൽ വിശ്വാസമുള്ളവർ ഇതാ ഈ പറയുന്ന ആളുകളാണ്. ആരാണവർ? അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി. ഏതൊരു കൂട്ടർക്കാണോ കിതാബ് നാം നൽകിയത്, എന്നിട്ട് ആ കിതാബിനെ പാരായണം ചെയ്യേണ്ട രൂപത്തിൽ പാരായണം ചെയ്തത്, ഉലൈക യുഅ്മിനൂന ബിഹി, അവരാണ് ആ വിശുദ്ധ ഖുർആനിൽ വിശ്വാസമുള്ള ആളുകൾ. ആയത്ത് സഹോദരങ്ങളെ ശരിക്ക് നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, ഹഖ്ഖ തിലാവതിഹി എന്ന് പറഞ്ഞാൽ യത്തബിഊനഹു ഹഖ്ഖ ഇത്തിബാഇഹി. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പാരായണം ചെയ്ത് അതിനെ മുറ പോലെ പിൻപറ്റിയ ആളുകൾ. അള്ളാഹു വിളിച്ചൊരു കാര്യം കൽപ്പിച്ചു, അത് അതേ രൂപത്തിൽ സമിഅനാ വ അതഅനാ എന്ന് പറഞ്ഞ് നടപ്പിലാക്കലാണ് ഹഖ്ഖ തിലാവ. കേവലം തജ്വീദിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് പാരായണം ചെയ്യലല്ല ഹഖ്ഖു തിലാവ എന്ന് പറഞ്ഞാൽ. അത് പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷേ സഹോദരങ്ങളെ, ഹഖ്ഖ തിലാവതിഹി എന്ന് പറഞ്ഞാൽ ഹഖ്ഖ ഇത്തിബാഇഹി എന്നാണ്. വിശുദ്ധ ഖുർആനിനെ പിൻപറ്റേണ്ടത് പോലെ പിൻപറ്റണം. അവരാണതിൽ വിശ്വസിച്ച ആളുകൾ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി,
എൻ്റെ ആത്മാവ് ഏതൊരുവൻ്റെ കയ്യിലാണോ ആ റബ്ബ് തന്നെ സത്യം. ഇന്ന ഹഖ്ഖ തിലാവതിഹി, തീർച്ചയായും ഹഖ്ഖ തിലാവതിഹി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പാരായണം എന്ന് പറഞ്ഞാൽ അയ്യുഹില്ല ഹലാലഹു വയുഹർരിമ ഹറാമഹു, അള്ളാഹുവിൻ്റെ കിതാബിലുള്ള ഹലാലുകൾ ഹലാലാക്കലും അള്ളാഹുവിൻ്റെ കിതാബിലുള്ള ഹറാമുകൾ ഹറാമാക്കലുമാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹു കൽപ്പിച്ചത് പ്രാവർത്തികമാക്കലും അള്ളാഹു വിലക്കിയതിൽ നിന്ന് മാറി നിൽക്കലും. വയഖ്റഉ കമാ അൻസലഹുല്ലാഹ്, അള്ളാഹു എങ്ങനെയാണോ അത് അവതരിപ്പിച്ചത് അതുപോലെ അത് പാരായണം ചെയ്യലുമാണ്. വലാ യുഹർരിഫൽ കലിമ അൻ മവാദിഇഹി, അള്ളാഹുവിൻ്റെ ആയത്തുകൾ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് തെറ്റിക്കാതിരിക്കലാണ്. വലാ യതഅവ്വല മിൻഹു ശൈഅൻ അലാ ഗൈരി തഅവീലിഹി, വിശുദ്ധ ഖുർആനിന് യഥാർത്ഥ വ്യാഖ്യാനം നൽകാതെ ആ വ്യാഖ്യാനങ്ങളിൽ നിന്ന് തെറ്റിച്ചു വ്യാഖ്യാനിക്കാതിരിക്കലും ചെയ്യലാണ് ഹഖ്ഖുത്തിലാവ എന്ന് പറഞ്ഞാൽ. നോക്കൂ നിങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് സഹാബി പറഞ്ഞത്. ഹലാല് ഹലാലായി തന്നെ ജീവിതത്തിൽ ഉണ്ടാവണം. അല്ലാഹു തആല കൽപ്പിച്ചാൽ ആ കൽപ്പന സമിഅന വഅതഅന, അല്ലാഹു പറഞ്ഞാൽ സമിഅന വഅതഅന, പിന്നെ ഒരു ചിന്തയില്ല. അല്ലാഹു വിലക്കിയാൽ ഇനി വേണ്ട. അതാണ് സഹോദരങ്ങളെ സഹാബിമാരുടെ ചരിത്രം. പലിശയെക്കുറിച്ച് അല്ലാഹു അത് നിർത്താൻ പറഞ്ഞു, അവർ നിർത്തി. മദ്യത്തെക്കുറിച്ച് ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് നിർത്താനായില്ലേ എന്നേ ചോദിച്ചിട്ടുള്ളൂ. മദീനയിലെ തെരുവോരങ്ങളിൽ മദ്യത്തിൻ്റെ പുഴ ഒഴുകുകയാണ് ഉണ്ടായത്. തകർത്ത് കളഞ്ഞു. ഇനി വേണ്ട, നിർത്തിയിരിക്കുന്നു എന്നാണ് സഹാബത്ത് പറഞ്ഞത്. അല്ലാഹു തആല എന്തൊക്കെ കൽപ്പനകൾ സഹോദരങ്ങളെ നമ്മോട് കൽപ്പിച്ചു, നമുക്ക് പാലിക്കാൻ സാധിച്ചുവോ ചിന്തിക്കണം. അല്ലാഹു എന്തൊക്കെ നമ്മോട് വിലക്കി, നമ്മൾ പിന്നെ ആലോചിക്കാൻ പറ്റുമോ? ആൾക്കാരെന്ത് വിചാരിക്കും? എത്ര എത്ര ചെറിയ നിസാരമായ കൽപ്പനകൾ പോലും നമ്മൾ നമ്മുടെ ചെറിയ ബുദ്ധിയിലിട്ട് കറക്കി നോക്കുകയാണ്. പറ്റുമോ? ഉൾക്കൊള്ളാൻ പറ്റുമോ? ആയിട്ടില്ല. ഈമാൻ ശരിയായിട്ടില്ല എന്നാണ്. കാരണം യഥാരൂപത്തിൽ പിൻപറ്റിയ ആളുകളാണ് അതിൽ വിശ്വാസികൾ, അവരാണ് വിശ്വാസികൾ. അല്ലാഹു റബ്ബുൽ ആലമീൻ എന്നെയും നിങ്ങളെയും ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ കിതാബ് അവതരിപ്പിച്ചത് അള്ളാഹുവിൻ്റെ കിതാബിലെ ആയത്തുകളെക്കുറിച്ച് ഉറ്റാലോചിക്കാനും ചിന്തിക്കുവാനും വേണ്ടിയാണ്. അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞതുപോലെ യഥാരൂപത്തിൽ അതിനെ പാരായണം ചെയ്യണം, അഥവാ പിൻപറ്റേണ്ട മുറപ്രകാരം വിശുദ്ധ ഖുർആനിനെ പിൻപറ്റണം. അവരെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് ഉലായിക യുഅ്മിനൂന ബിഹി, അവരാണ് വിശുദ്ധ ഖുർആനിൽ വിശ്വസിച്ച ആളുകൾ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചത് അത് ഉൾക്കൊണ്ട് അതിലെ ഹുദ, അതിലെ മാർഗദർശനം, അതിലെ സന്മാർഗം അത് നേടിയെടുക്കുവാൻ വേണ്ടിയാണ്. ഇമാം അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ ഉൻസിലൽ ഖുർആനു ലിയുഅമല ബിഹി, വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ടത് അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ വേണ്ടിയാണ്. ഫത്തഖദ അന്നാസു ഖിറാഅതഹു അമല, എന്നാൽ ജനങ്ങൾ അതിൻ്റെ പാരായണം കേവലം ഒരു അമലാക്കി മാറ്റിയിരിക്കുന്നു. സഹോദരങ്ങളെ, അത്തരമൊരവസ്ഥ അല്ല നമുക്കുണ്ടാവേണ്ടത്. നമ്മൾ ധാരാളമായി പാരായണം ചെയ്യണം, അതിൽ സംശയമില്ല, അതിലൊരു മാറ്റവുമില്ല. പക്ഷേ അല്ലാഹു തആല പറഞ്ഞ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തുന്നുണ്ടോ എന്നതുകൂടി നാം ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്രദമായ രൂപത്തിൽ വിശുദ്ധ ഖുർആനിനെ
കൂടെ കൊണ്ട് നടക്കാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആനിലെ വെളിച്ചവും പ്രകാശവും ഹുദയും സന്മാർഗവും അതിലെ ശിഫാവും ഇതാണ് നമ്മെ യഥാർത്ഥ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അള്ളാഹുവിൻ്റെ കിതാബിൽ ആയത്തുകൾ വഹയ്, അതിനെക്കുറിച്ച് അള്ളാഹു നൂർ എന്നാണ് പറഞ്ഞത്, പ്രകാശം എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അള്ളാഹു മഴയോട് സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ട്. നിർജീവമായി കിടക്കുന്ന ഭൂമി മഴ സ്പർശിച്ചു കഴിഞ്ഞാൽ അതാ അതിൽ നിന്ന് മുള പൊട്ടുകയാണ് എന്നതുപോലെ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, ഈ വഹയാകുന്ന മഴത്തുള്ളികൾ അത് വരണ്ടുപോയ ഹൃദയത്തിലേക്ക് വന്ന് പതിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ചലനമുണ്ടാവണം. അതിനേറ്റവും അനുയോജ്യമായ കാല അളവിലാണ് നമ്മളുള്ളത്. അതിനേറ്റവും അനുയോജ്യമായ ഒരു സമയത്താണ് സഹോദരങ്ങളെ നമ്മളുള്ളത്. വിശുദ്ധ ഖുർആനിൻ്റെ മാസമായ റമദാൻ മാസത്തിൽ ധാരാളമായി ഈ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അതിലെ പ്രകാശമാകുന്ന സന്മാർഗമാകുന്ന ഫുർഖാനാകുന്ന ആയത്തുകൾ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് മഴത്തുള്ളികളായി സ്പർശിക്കണം. അപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിന് ജീവനുണ്ടാവുക. അപ്പോഴാണ് ചത്തുപോയ ഹൃദയങ്ങൾക്ക് ജീവനുണ്ടാവുക. ആ ജീവൻ മരിക്കുന്നത് വരെ നിലനിർത്താനും നമ്മൾ പരിശ്രമിക്കണം. അതിനുള്ള അവസരമാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായ അതിനുള്ള അവസരമാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായ ഈ മാസം. അതുകൊണ്ട് സഹോദരങ്ങളെ, പാരായണത്തോടൊപ്പം വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെക്കുറിച്ച് ഉറ്റാലോചിക്കാനും ചിന്തിക്കാനും ആ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതിലൂടെ അള്ളാഹു ഉദ്ദേശിച്ച യാഥാർത്ഥ്യത്തിലേക്ക് എത്തുവാനും നമ്മൾ പരിശ്രമിക്കണം എന്നതാണ് എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ ആളുകളാക്കി നമ്മെ മാറ്റുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ മരണം വരെ ഈ കിതാബ് മുറുകെ പിടിച്ച് അതിലെ ഹുദയും അതുപോലെ ഫുർഖാനും ഒക്കെ ജീവിതത്തിൽ കൈമുതലാക്കി ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ സൽക്കർമ്മങ്ങൾക്ക് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ന്യൂനതകളും കുറവുകളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല മരണം വരെ അവൻ്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ച് നിർത്തുമാറാവട്ടെ. മുസ്ലിമായി മുഅ്മിനായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫാവും ആശ്വാസവും തുറവിയും നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വർഹംനാ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم إنا نسألك الهدى والتقى والعفاف والغنى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.